ഏറ്റവും പ്രിയപ്പെട്ടവരെ, ചാനലിലൂടെ ഇന്ന് പറയുന്ന കഥ ജലാലുദ്ദീൻ റൂമി പറഞ്ഞ കഥകളെ കൂട്ടത്തിലെ ഒരു കഥയാണ്. കുറേ ജനങ്ങൾ ഒരു ഗ്രാമം പടുത്ത് ഉയർത്തി. ആ ഗ്രാമത്തിലെ അവർ പുറം ലോകവുമായി മറ്റുള്ള ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. ആ നാട്ടിലെ ആ ഗ്രാമത്തിലുള്ള ഒരാൾ പോലും ആനയെ ഇതുവരയ്ക്കും കണ്ടിട്ടില്ല. അങ്ങനെ ആനയെ കാണിക്കാമെന്ന് പറഞ്ഞ് ഒരാള് ആനയുമായിട്ട് വരികയാണ് ആ ഗ്രാമത്തിൽ. വന്നതോ നല്ല തണുപ്പുള്ള കാലാവസ്ഥയുള്ള സമയത്താണ്. അവർ പറഞ്ഞ് രാത്രിയാണ് ആനയെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് ആനയെ വെളിയിൽ പാർപ്പിക്കണ്ട, ആനയ്ക്ക് ഒരു ഒരു മുറി പോലെ ഒരു ഷെഡ് അടിച്ചു കൊടുത്തു. ആനയെ അവിടെ അകത്താക്കി. അവര് ആനയുടെ ഉടമസ്ഥനോട് പറഞ്ഞു, ആനക്കാരനോട് പറഞ്ഞു, നമുക്ക് ആനയെ കാണണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആനയെ പരിപൂർണമായിട്ട് കാണുന്നത് പകലിലാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ ഗ്രാമവാസികൾ ആരും ഒന്നും സമ്മതിച്ചില്ല. നമുക്ക് ഇപ്പം തന്നെ ആനയെ കാണണം, കൂരിരുട്ടാണ്. അങ്ങനെ ഓരോരുത്തരെ ആനയെ കാണാൻ അനുവാദം കൊടുത്തു. ഒരാൾക്ക് മാത്രം അകത്ത് കയറാം, കൂടുതൽ സ്പേസ് ഇല്ല. അങ്ങനെ ഒരാൾ അകത്ത് കയറി ആനയുടെ അടുത്ത് ചെന്നു. ഒന്നും കാണുന്നില്ല. ആനയുടെ തുമ്പിക്കൈ തട്ടി. തുമ്പിക്കൈ പിടിച്ചിട്ട് അയാൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ആന ഒരു വെള്ളം പോകുന്ന കുഴൽ പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തെ ഒരാൾ അകത്ത് കയറി. അദ്ദേഹം കുറച്ച് ഹൈറ്റുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ആനയുടെ ചെവിയിലാണ് തട്ടിയത്. ചെവി തടവിക്കൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, കുഴൽ പോലെയൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ആന ഒരു മുറം പോലെയാണ്. മൂന്നാമത്തെ ആള് അകത്ത് കയറി. അദ്ദേഹം ആനയുടെ അടുത്ത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ തട്ടി തടവി നോക്കുമ്പോൾ ആനയുടെ കാലിലാണ് തടവുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയല്ല, ആന ഒരു വലിയ തൂണ് മാതിരിയാണ്. പിന്നെ മറ്റൊരാൾ വന്നു, ആനയുടെ അടുത്ത് വന്നു. ആനയുടെ വയറിൻ്റെ ഭാഗത്താണ് അദ്ദേഹം തട്ടിയത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരും പറയുന്നത് ശരിയല്ല, ആന ഒരു വിശാലമായ ഒരു പായ മാതിരി, അല്ലെങ്കിൽ ഒരു വിശാലമായി ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു സാധനം മാതിരിയാണ് എന്ന് അവർ പറഞ്ഞു. ഓരോരുത്തരും പിന്നെ വന്നു കയറിയപ്പോൾ അവർ സ്പർശിച്ച സ്ഥലത്തെക്കുറിച്ച് മാത്രമാണ് വർണ്ണിച്ചത്. ഇവിടെ മഹാനായ ജലാലുദ്ദീൻ റൂമി പറഞ്ഞു വയ്ക്കുന്നു, ഇതുപോലെ തന്നെയല്ലേ നമ്മളിൽ പലരും. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെച്ചതാണ് നമ്മൾ യഥാർത്ഥ അറിവ് എന്നാണ് പലരുടെയും വിചാരം. നമ്മളുടെ അറിവ്, നമ്മൾ കണ്ടത് ഒരാനയുടെ ഒരു ഭാഗത്ത് തൊട്ടപ്പോൾ അതാണ് ശരി, അതാണ് കറക്റ്റ് എന്ന് ഓരോ ആൾക്കാരും പറഞ്ഞതുപോലെ നമ്മൾ കേട്ടത്, അല്ലെങ്കിൽ നമ്മൾ വായിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് ഇത് മാത്രമാണ് അറിവെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുവാൻ പാടില്ല. അറിവ് എന്ന് പറയുന്നത് നമ്മൾ ഇനിയും എത്രത്തോളം എത്തിപ്പിടിക്കുവാൻ പോലും സാധിക്കാത്ത ഒരു മഹാസമുദ്രം പോലെ, അല്ലെങ്കിൽ അതിനപ്പുറം പോലെ, അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുവാൻ പറ്റാത്ത വിധമാണ് അറിവ് കിടക്കുന്നത്, ആത്മീയത കിടക്കുന്നത് എന്ന് ഇതുപോലുള്ള കഥകളിലൂടെ ജലാലുദ്ദീൻ റൂമി നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു കഥയുമായി ചാനലിലൂടെ വീണ്ടും വരാം.